ഹായ് മക്കളെ, അപ്പോൾ നമ്മുടെ +2 ഫിസിക്സിലെ പ്രാക്ടിക്കൽ സെക്ഷനാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ കോൺകേവ് മിററിന്റെ ഫോക്കൽ ലെങ്ത് ആണ് ഇന്നത്തെ ഈ എക്സ്പെരിമെന്റിലൂടെ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ എക്സ്പെരിമെന്റിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. കാരണം നമുക്ക് എക്സ്പെരിമെന്റിന് ശേഷം വൈവ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അതിന് നമുക്ക് തിയറി നന്നായിട്ട് അറിയണം. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നമ്മൾ ഇന്ന് കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഫോക്കൽ ലെങ്ത് ഓഫ് ദി മിററാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ എയിം എന്ന് പറയുന്നത് ഫൈൻഡ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദി കോൺകേവ് മിറർ. 4 മെത്തേഡിലൂടെയാണ് നമ്മൾ ഈ കോൺകേവ് മിററിന്റെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുന്നത്. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഡിസ്റ്റന്റ് ഒബ്ജക്ട് മെത്തേഡാണ്. വളരെ ദൂരെയുള്ള ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ സ്ക്രീനിൽ പതിപ്പിക്കും. അതിനെയാണ് നമ്മൾ ഡിസ്റ്റന്റ് ഒബ്ജക്ട് മെത്തേഡ് എന്ന് പറയുന്നത്. സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് UV മെത്തേഡാണ്. നമ്മൾ ഒബ്ജക്ട് ഡിസ്റ്റൻസും അതേപോലെ തന്നെ ഇമേജ് ഡിസ്റ്റൻസും കണ്ടുപിടിച്ചിട്ട് നമുക്കറിയാവുന്ന ഒരു ഫോർമുലയുണ്ട്. 1/f = 1/u + 1/v എന്ന് പറയുന്ന ആ ഫോർമുല നമ്മൾ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ആരെ കണ്ടുപിടിക്കും, ഫോക്കൽ ലെങ്തിനെ കണ്ടുപിടിക്കും. അതിനുശേഷം നമ്മുടെ ഗ്രാഫിക്കൽ മെത്തേഡാണ്. 2 മെത്തേഡ് എന്ന് പറയുന്നത് UV ഗ്രാഫും ഉണ്ട്, അതേപോലെ തന്നെ 1/u 1/v ഗ്രാഫും ഉണ്ട്. വലിയൊരു എക്സ്പെരിമെന്റ് ആണ് നമ്മൾ ഇത് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്തുള്ള അപ്പാരറ്റസ് എന്തൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. മെയിൻലി നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ മിററാണ്, കോൺകേവ് മിററാണ്. അകം കുഴിഞ്ഞിരിക്കുന്ന മിററിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോൺകേവ് മിറർ എന്ന് പറയുന്നത്. റിഫ്ലക്റ്റിംഗ് പോർഷൻ എന്ന് പറയുന്നത് കുഴിഞ്ഞിരിക്കും, അതുമാണ് കോൺകേവ് എന്ന് പറയാൻ കാരണം. അതിനുശേഷം ഇവിടെ നമ്മൾ ക്യാൻഡിലാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ നമ്മൾ ക്യാൻഡിലല്ല എടുക്കുന്നത്, നമ്മൾ ലൈറ്റ് ബോക്സ് ആണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ എന്താണോ എക്സ്പെരിമെന്റ് നിങ്ങൾ ഉപയോഗിക്കുന്നത് അത് നിങ്ങൾ എഴുതുക. ഓക്കെ, അതിനുശേഷം നമ്മുടെ മീറ്റർ സ്കെയിലാണ്. നമ്മുടെ ലെങ്ത് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്, മീറ്റർ സ്കെയിൽ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ എന്താണ്, മിറർ സ്റ്റാൻഡ് ഉപയോഗിക്കുന്നുണ്ട്. മിറർ വെക്കാൻ ഒരു സ്റ്റാൻഡ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. എന്താണ്, ഒരു വൈറ്റ് സ്ക്രീൻ ഉപയോഗിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്പാരറ്റസ് നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ പ്രിൻസിപ്പിലോട്ട് പോവുകയാണ്. ഇതിൻ്റെ പ്രിൻസിപ്പിൾ മെയിനായിട്ട് പറയുന്നത് മറ്റൊന്നുമല്ല, നമുക്ക് എപ്പോഴും അറിയാം കോൺകേവ് ആണെങ്കിൽ എവിടെയാണ് റിഫ്ലക്ട് ചെയ്യുന്നത്, കുഴിഞ്ഞിരിക്കുന്ന ഭാഗത്താണ് എന്ത് ചെയ്യുന്നത്, റിഫ്ലക്ട് ചെയ്യുന്നത്. ഓക്കെ അല്ലേ, ഇന്നർ പോർഷനിലായിരിക്കും എന്ത് ചെയ്യുന്നത്, റിഫ്ലക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് പോളും പ്രിൻസിപ്പൽ ഫോക്കസ് തമ്മിലുള്ള ദൂരത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നത്. അതാണ് ഇതിൻ്റെ പ്രിൻസിപ്പിളായിട്ട് നമ്മൾ പറയുന്നത്. ഇനി നമുക്ക് ഓരോന്നും എങ്ങനെയാണ് ജസ്റ്റ് ഒന്ന് നോക്കാം. ഡിസ്റ്റന്റ് ഒബ്ജക്ട് മെത്തേഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ ദൂരെയുള്ള ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ അതിന് ഇൻഫിനിറ്റി ഡിസ്റ്റൻസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഒബ്ജക്ട് ഇൻഫിനിറ്റിയിലാണെങ്കിൽ എവിടെയാണ് മക്കൾ ഇമേജ് ഫോം ചെയ്യുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം, ഫോക്കസിലാണ് ഇമേജ് ഫോം ചെയ്യുന്നത്. അതാണ് ഒന്നാമത്തെ എൻ്റെ തിയറി എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തത് നമ്മൾ UV മെത്തേഡാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒബ്ജക്ട് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നു, ഇമേജ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നു, അവിടെ നിന്നും ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുന്നു. ഇക്വേഷൻ നമുക്കറിയാം, UV / u + v ആണ് ഫോക്കൽ ലെങ്തിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ അടുത്തൊരു മെത്തേഡിലോട്ട് പോകാൻ പോകുന്നത് എന്താണ്, UV ഗ്രാഫിൽ നിന്നും എങ്ങനെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാം. അതിനാദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, നമുക്ക് യുവും കിട്ടും വിയും കിട്ടും എക്സ്പെരിമെന്റിനകത്ത്. ആ കിട്ടിയിരിക്കുന്ന വാല്യൂ വെച്ച് നമ്മളൊരു ഗ്രാഫ് എന്ത് ചെയ്യുക മക്കളെ, പ്ലോട്ട് ചെയ്യുക. ആ ഗ്രാഫ് ഈ ഒരു ഷേപ്പിലായിരിക്കും നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത്. അവിടെ നിന്നും നിങ്ങൾ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, ഈ ഒരു ഗ്രാഫിൻ്റെ കൃത്യം നിങ്ങൾ എന്ത് ചെയ്യണം, 45 ഡിഗ്രിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതേപോലെ ലൈൻ വരയ്ക്കുക. അപ്പോൾ ഈ ഗ്രാഫിൻ്റെ ഏതോ ഒരു പോയിന്റിൽ പോയി എന്ത് ചെയ്യും, മീറ്റ് ചെയ്യും. ആ പോയിന്റിൽ നിന്നുള്ള എക്സിലോട്ടും അതേപോലെ തന്നെ വൈയിലോട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പെർപെൻഡിക്കുലർ ഡ്രോ ചെയ്യുക. OA എന്നും OB എന്നും വിളിക്കുക. എങ്കിൽ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുന്ന ഫോർമുല പഠിച്ചു വെച്ചോളുക. OA + OB / 4 ആണ് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് UV ഗ്രാഫിൽ നിന്നും. ഇനി നമുക്ക് ഒരൊറ്റ മെത്തേഡും കൂടെ ഉണ്ട്. എന്താണത്, അത് നമ്മുടെ 1/u 1/v ഗ്രാഫാണ്. ആ ഗ്രാഫിൽ നിന്നും എങ്ങനെയാണ് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുന്നത്, ആദ്യം നിങ്ങൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഇതേപോലെ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ സ്ട്രെയിറ്റ് ലൈനെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ 2 പോയിന്റിലും നിങ്ങൾ ഈ ഗ്രാഫിനെ ഫുള്ളി എക്സ്റ്റെൻഡ് ചെയ്തിട്ട് എക്സിലും വൈയിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഇന്റർസെക്ട് ചെയ്യിക്കുക. അതിനുശേഷം മക്കളെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല വളരെ സിമ്പിൾ ഫോർമുലയാണ്. എന്താണ്, 2 / OA + എന്താണ് OB. OA എന്ന് പറയുന്നത് നമ്മുടെ എക്സിൻ്റെ ഡിസ്റ്റൻസ് ആണ്, OB എന്ന് പറയുന്നത് നമ്മുടെ വൈയുടെ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇവിടെ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്തിനെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്, നമ്മുടെ ഫോക്കൽ ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ അല്ലേ മക്കളെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, നേരെ എക്സ്പെരിമെന്റിലോട്ട് പോകാം. അവിടെ നമുക്ക് ഡിസ്റ്റന്റ് ഒബ്ജക്ട് മെത്തേഡും UV മെത്തേഡൊക്കെ ഉപയോഗിച്ച് എന്ത് ചെയ്യാം, ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുക എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് UVനെയും Vനെയും ഒക്കെ കണ്ടുപിടിക്കുക എന്നാണ്. നേരെ നമുക്ക് എങ്ങോട്ട് പോകാം, ലാബിലോട്ട് പോകാം. മക്കളെ, നിങ്ങൾ ആ വീട് കാണുന്നുണ്ടോ, അങ്ങ് ആ ദൂരെയുള്ള വീടിനെ നമ്മുടെ സ്ക്രീനിൽ നമ്മൾ പതിപ്പിക്കാൻ പോവാണ്. നമ്മുടെ ഇന്നത്തെ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് കോൺകേവ് മിറർ ആണ്. കോൺകേവ് മിററിന്റെ ഫോക്കൽ ലെങ്ത് ആണ് നമ്മൾ ഇന്ന് കണ്ടുപിടിക്കാൻ പോകുന്നത്. 4 മെത്തേഡിലൂടെയാണ് നമ്മൾ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുന്നത്. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നിങ്ങൾ കാണുന്നതാണ് ഡിസ്റ്റന്റ് ഒബ്ജക്ട് മെത്തേഡാണ്. വളരെ ദൂരെയുള്ള ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ എവിടെ കൊണ്ടുവരുന്നു, നമ്മുടെ സ്ക്രീനിൽ പതിപ്പിക്കുന്നു. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് UV മെത്തേഡാണ്.
യുവും ബിയും കണ്ടുപിടിക്കും. അതായത് ഒബ്ജക്ട് ഡിസ്റ്റൻസും ഇമേജ് ഡിസ്റ്റൻസും കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കും. അതിനുശേഷം രണ്ട് ഗ്രാഫിൽ നിന്നാണ് നമ്മൾ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുന്നത്. ഫസ്റ്റ് ഗ്രാഫ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ യു വി ഗ്രാഫിൽ നിന്നും, അതേപോലെ തന്നെ 1/u 1/v ഗ്രാഫിൽ നിന്നും നമ്മൾ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കും. ഈ 4 മെത്തേഡിലൂടെ നമ്മൾ നമ്മുടെ ഈ ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് ഈ മിററിന്റെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് പോവുകയാണ്. അപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ അപ്പാരറ്റസ് നമുക്കൊന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് നമ്മളുടെ മിറർ തന്നെയാണ്. ദെൻ നമ്മുടെ മിററിനെ ഹോൾഡ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡ് ഉണ്ട്. ഇതാണ് നമ്മുടെ സ്ക്രീൻ എന്ന് പറയുന്നത്. ദെൻ നമ്മുടെ ലൈറ്റ് അല്ലേ, നമുക്ക് എല്ലാവർക്കും അറിയാം ലൈറ്റ് സോഴ്സ് ആണ്. ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ദെൻ അതിനുശേഷം നമ്മുടെ എന്താണ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താണ് ഒരു മീറ്റർ സ്കെയിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ടാബുലാർ കോളം നമ്മൾ നോക്കുകയാണെങ്കിൽ ടാബുലാർ കോളത്തിനകത്ത് മെയിൻലി നമുക്ക് വേണ്ടി എന്തായിരിക്കും, ഒബ്ജക്ട് ഡിസ്റ്റൻസ് വേണം, അതേപോലെ തന്നെ ഇമേജ് ഡിസ്റ്റൻസ് വേണം, 1/u 1/v. അവിടെ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നു, ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുന്നു. ദെൻ മീൻ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുന്നു. ഇതാണ് നമ്മുടെ ടാബുലാർ കോളം എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ഒബ്ജക്ട് ഡിസ്റ്റൻസിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇമേജ് ഡിസ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്യണം. ആദ്യത്തെ എക്സ്പെരിമെന്റ് നമ്മൾ കടക്കാൻ പോകുന്നു, ഡിസ്റ്റന്റ് ഒബ്ജക്ട് മെത്തേഡ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണ്, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, അവിടെ എന്തുണ്ടായിരുന്നു, ഒരു വീടുണ്ടായിരുന്നു, ദൂരെയുള്ള വീടാണ്. ആ വീടിനെ നമ്മുടെ ഈ സ്ക്രീനിലോട്ട് പതിപ്പിക്കാൻ പോകുന്നു. നമ്മുടെ ലെൻസിനെ പ്ലേസ് ചെയ്യുന്നു. റെഡി? യെസ്. ലെൻസിനെ പ്ലേസ് ചെയ്തിട്ട് നമ്മളൊന്ന് ഫോക്കസ് ചെയ്യാൻ പോവാണ്. റെഡി? യെസ്. നമ്മളൊന്ന് ഫോക്കസ് ചെയ്യുന്നു. ഓക്കെ. യെസ്. ലൈറ്റ് ഓഫ് പ്ലീസ്. യെസ്. നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാവും, നിങ്ങളോട് കാണുന്നുണ്ട്. ഒന്ന് കൊണ്ടുവരൂ, ക്യാമറ ഇങ്ങോട്ട് കൊണ്ടുവരൂ. യെസ്. അതാണ് നമ്മുടെ ആ വീടിനെ നമ്മുടെ സ്ക്രീനിൽ നമ്മൾ ഇതാ കൊണ്ടുവന്നിരിക്കുകയാണ്. ഒന്ന് ക്ലിയർ ആക്കണം കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് ആ വീടിന്റെ യെസ് സെറ്റ്. ഓക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ ഡിസ്റ്റൻസ് ഒന്ന് മെഷർ ചെയ്യാൻ പോവാണ് മക്കളെ. നമ്മുടെ സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ ഡിസ്റ്റൻസ് ഒന്ന് മെഷർ ചെയ്യുന്നു. ഈ ഡിസ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡിസ്റ്റൻസ് 20 സെന്റിമീറ്റർ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. യെസ്, 20 സെന്റിമീറ്റർ ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. 20 സെന്റിമീറ്റർ കിട്ടിയ ഉറപ്പാണ്. അതിന്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുമ്പോൾ 20 സെന്റിമീറ്റർ ആണ്. കാരണം ഇൻഫിനിറ്റിയിൽ ഒബ്ജക്ട് എന്നാൽ ഇമേജ് ഫോം ചെയ്യുന്ന എവിടെയായിരിക്കും, ഫോക്കസിലായിരിക്കും. അപ്പോൾ സെറ്റായി ഒന്നാമത്തെ എക്സ്പെരിമെന്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഫോക്കൽ ലെങ്ത് ഓഫ് ദി കോൺകേവ് ലെൻസ്, കോൺകേവ് മിറർ നമ്മൾ എന്ത് ഉപയോഗിച്ച് കണ്ടുപിടിച്ചിരിക്കുന്നു, ഡിസ്റ്റന്റ് ഒബ്ജക്ട് മെത്തേഡ് ഉപയോഗിച്ച് കണ്ടുപിടിച്ചിരിക്കുന്നു. ദെൻ സെക്കൻഡ് എക്സ്പെരിമെന്റ് നമുക്ക് എന്ത് ചെയ്യാം, കടക്കാം മക്കളെ. നമ്മൾ അടുത്ത ചെയ്യാനായിട്ട് പോകുന്നത് UV മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് പോവാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് ഇതാണ്. നമ്മുടെ ഒബ്ജക്റ്റ് നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മുടെ ലൈറ്റ് ആണ്. ഈ ലൈറ്റിനകത്ത് ഫ്രണ്ടിൽ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും ഒരു മെഷ് വയറിനെ കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു നെറ്റിനെ, ആ നെറ്റ് ഷേപ്പുള്ള സാധനത്തിനെയാണ് നമ്മുടെ ഈ ഒരു സ്ക്രീനിലോട്ട് നമ്മൾ പതിപ്പിക്കാനായിട്ട് പോകുന്നത്. ഇതാണ് നമ്മുടെ സ്ക്രീൻ എന്ന് പറയുന്നത്. അപ്പോൾ UV മെത്തേഡിനകത്ത് ആദ്യം നമ്മൾ യുവിനെ സെറ്റ് ചെയ്തു. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ആരെ കണ്ടുപിടിക്കാൻ പോവാണ്, വിനെ കണ്ടുപിടിക്കാൻ പോകുന്നു. അപ്പോൾ ചെയ്യാൻ പോവാണ്, എക്സ്പെരിമെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മൾ ഈ ലൈറ്റിൽ നിന്നും, അതായത് നമ്മുടെ ആ മെഷിൽ നിന്നും ആ നെറ്റിൽ നിന്നും നമ്മുടെ ഈ ഒരു ലെൻസ് ഇവിടെ മിറർ ഇവിടെ ഇരിക്കുന്നില്ലേ, ഈ മിററിലോട്ടുള്ള ഡിസ്റ്റൻസ് നമ്മൾ അത് സെറ്റ് ചെയ്യാൻ പോകുന്നു. നമ്മുടെ സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആ ഡിസ്റ്റൻസ് സെറ്റ് ചെയ്യുന്നു. യെസ്, ആദ്യം നമ്മൾ എടുക്കുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 30 സെന്റിമീറ്റർ ആണ്. 30 സെന്റിമീറ്റർ നമ്മളിവിടെ മെഷർ ചെയ്തിരിക്കുന്നു. യെസ്, 30 സെന്റിമീറ്റർ നമ്മൾ മെഷർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ യു നമ്മൾ 30 ആക്കി സെറ്റ് ചെയ്തിരിക്കുന്നു. ഇനി കറസ്പോണ്ടിങ് ആയിട്ടുള്ള വിനെ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നു. അതിന് നമ്മൾ ചെയ്യുന്ന പരിപാടി, ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മളുടെ ഈ ഒബ്ജക്റ്റിനെ നമ്മുടെ ലെൻസിനെ മൂവ് ചെയ്യിക്കാനോ ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യിക്കാനോ പാടില്ല. പകരം നമ്മൾ എന്തിനെ മൂവ് ചെയ്യിക്കുന്നു, നമ്മളുടെ ഇമേജ് സ്ക്രീനിനെ നമ്മൾ മൂവ് ചെയ്യിച്ചിട്ട് സ്ക്രീനിനെ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നു. യെസ്, നമുക്ക് ആ മെഷ് കറക്റ്റായിട്ട് കിട്ടുന്ന ആ പോയിന്റ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അതിനെ പ്ലേസ് ചെയ്യാണ്. യെസ്, പക്കയായിട്ട് നമുക്കവിടെ കിട്ടിയിരിക്കുന്നുണ്ട്. നിങ്ങളുടെ സ്ക്രീനിലോട്ട് നോക്കുക, സ്ക്രീനിൽ നമുക്ക് മെഷിന്റെ ആ ഒരു ഇമേജ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ മക്കളെ, നമ്മൾ ഈ മിററിൽ നിന്നും അതേപോലെ തന്നെ ഇമേജിലോട്ടുള്ള ഡിസ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്യാൻ പോകുന്നത്. സ്ക്രീനിന്റെ മുന്നിൽ നിന്നും വേണം ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ. യെസ്, സ്ക്രീനിന്റെ മുന്നിൽ നിന്നും നമ്മുടെ ഈ ഒരു മിററിലോട്ടുള്ള ഡിസ്റ്റൻസ് നമുക്കൊന്ന് മെഷർ ചെയ്യാം. ജസ്റ്റ് ഞാൻ ഇങ്ങോട്ടേക്ക് ഒന്ന് ആക്കുവാണ്, ആ ഡിസ്റ്റൻസ് കറക്റ്റ് കിട്ടാൻ വേണ്ടിയാണ്. യെസ്, ഇപ്പോൾ നമുക്ക് ആ ഡിസ്റ്റൻസ് കിട്ടിയിരിക്കുന്നത് 60 സെന്റിമീറ്റർ ആണ് നമുക്ക് ആ ഡിസ്റ്റൻസ് കിട്ടിയിരിക്കുന്നത്. ഇതേപോലെ തന്നെ ഇതേ എക്സ്പെരിമെന്റ് നമുക്ക് എന്ത് ചെയ്യാം, റിപ്പീറ്റ് ചെയ്യണം. 30 എന്നുള്ളത് 40 സെന്റിമീറ്റർ ആക്കണം. അതേപോലെ തന്നെ 50 സെന്റിമീറ്റർ ആക്കണം, 60 സെന്റിമീറ്റർ ആക്കണം. 40 സെന്റിമീറ്ററിൽ എവിടെയായിരിക്കും ഇമേജ് കിട്ടുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് ഫോക്കൽ ലെങ്ത് 20 ആയതുകൊണ്ട് തന്നെ ഡിസ്റ്റന്റ് ഒബ്ജക്ട് മെത്തേഡ് ഉപയോഗിച്ച് ഫോക്കൽ ലെങ്ത് 20 നമ്മൾ കണ്ടുപിടിച്ചു. ഫോക്കൽ ലെങ്ത് 20 സെന്റിമീറ്റർ ആയതുകൊണ്ട് തന്നെ 40 സെന്റിമീറ്റർ ഒബ്ജക്ട് ഇരിക്കുമ്പോൾ ഉറപ്പായിരിക്കും നമ്മുടെ ഇമേജ് ഉണ്ടാകുന്നത് എവിടെ തന്നെ ആയിരിക്കും, സെയിം സ്ഥലത്ത് തന്നെ ആയിരിക്കും. അതായത് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. 40 സെന്റിമീറ്റർ ജസ്റ്റ് ഞാൻ കാണിച്ചു തരുവാണ്. 40 സെന്റിമീറ്റർ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാനിവിടെ ഒരു കണ്ടോ, ഇവിടെ നിങ്ങൾ കാണുന്നുണ്ട് നമ്മുടെ ഒബ്ജക്റ്റും അതേപോലെ തന്നെ നമ്മുടെ സ്ക്രീനും ഒരേ പൊസിഷനിലാണ് ഇരിക്കുന്നത്. ഈ ഡിസ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന മെഷർമെന്റ് വാല്യൂ എന്ന് പറയുന്നത് യെസ് പക്ക 40 സെന്റിമീറ്റർ കിട്ടി.
നമുക്കറിയാം 40 സെന്റിമീറ്റർ വെച്ചാൽ റേഡിയസ് ഓഫ് കർവേച്ചർ ആണ്. റേഡിയസ് ഓഫ് കർവേച്ചറിലാണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ സെന്റർ ഓഫ് ദി കർവേച്ചറിലാണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നതെങ്കിൽ ഇമേജ് ഫോം ചെയ്യുന്നത് അവിടെ തന്നെയായിരിക്കും. അപ്പോൾ രണ്ട് ഡിസ്റ്റൻസ് ഒന്ന് തന്നെയായിരിക്കും, ഒന്ന് തന്നെയായിരിക്കും. അപ്പം നമുക്ക് കിട്ടിയ റീഡിംഗ് ഒക്കെ കറക്റ്റ് ആണോ നമുക്ക് എന്ത് ചെയ്യാം, ഈ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, ക്രോസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഇതേപോലെ തന്നെ 50 സെന്റിമീറ്റർ വെച്ച് ഞാൻ എന്ത് ചെയ്യുന്നു, കണ്ടുപിടിക്കുന്നു. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ടാബുലാർ കോളത്തിലോട്ടും അതേപോലെ തന്നെ കാൽക്കുലേഷനിലോട്ടും കിടക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ കാൽക്കുലേഷനിലോട്ട് ഓടി വരാം മക്കളെ. അപ്പോൾ നമ്മൾ എക്സ്പെരിമെന്റ് പാർട്ട് ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്, അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനി അതിന്റെ കാൽക്കുലേഷൻ പാർട്ടിലോട്ട് പോകാം. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഡിസ്റ്റന്റ് ഒബ്ജക്ട് മെത്തേഡ് ആയിരുന്നു. അങ്ങ് ദൂരെയുള്ള ഒരു ഒബ്ജക്റ്റിനെ നമ്മുടെ സ്ക്രീനിൽ നമ്മൾ കൊണ്ട് പതിപ്പിച്ചായിരുന്നു അല്ലേ. അപ്പോൾ നമ്മുടെ ആ ലെൻസിൽ നിന്നും ആ മിററിൽ നിന്നും നമ്മുടെ ആ സ്ക്രീനിലോട്ടുള്ള ഡിസ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്തപ്പോൾ നമുക്ക് 20 സെന്റിമീറ്ററിനാണ് കിട്ടിയത്. നമുക്കറിയാം ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിലാണെങ്കിൽ ഇമേജ് ഫോം ചെയ്യുന്നതായിരിക്കും, ഫോക്കസിലായിരിക്കും. അപ്പോൾ നമ്മൾ ആ മെത്തേഡ് ഒരു 1-2-3 പ്രാവശ്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങൾക്ക് റിസൾട്ട് ഒന്ന് തന്നെ കിട്ടും. എന്നാലും എന്ത് ചെയ്യുക, 1-2-3 പ്രാവശ്യം അതേ എക്സ്പീരിയൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് റിപ്പീറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഫോക്കൽ ലെങ്ത് നമുക്ക് 20 സെന്റിമീറ്റർ കിട്ടും. സെക്കൻഡ് വൺ നമ്മൾ നോക്കിയപ്പോഴും 20 കിട്ടി. തേർഡ് വൺ നോക്കിയപ്പോഴും 20 കിട്ടി. അടിപൊളിയായിട്ടാണ് നമ്മൾ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തത്. അതുകൊണ്ടാണ് പക്ക അതേ റീഡിംഗ് തന്നെ നമുക്ക് കിട്ടാൻ കാരണമായത്. അപ്പോൾ നമ്മൾ അതിൻ്റെ എന്തെടുക്കണം, മീൻ വാല്യൂ എടുക്കണം. മീൻ വാല്യൂവിനെ നമ്മൾ എന്തിലോട്ട് മാറ്റണം, മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. 20 × 10⁻² മീറ്റർ എന്നാണ് നമുക്ക് അവിടെ എന്ത് കിട്ടുന്നത്, ഫോക്കൽ ലെങ്ത് ഓഫ് ദി മിറർ ബൈ യൂസിങ് ഡിസ്റ്റന്റ് ഒബ്ജക്ട് മെത്തേഡ്. ദെൻ നമുക്ക് അടുത്ത എക്സ്പെരിമെന്റിലോട്ട് പോകാം അല്ലേ. അടുത്ത നമ്മൾ എന്താണ് UV മെത്തേഡിലോട്ട് പോകാൻ നേരത്ത് നമ്മൾ യുവിൻ്റെയും ബിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചായിരുന്നു. ഞാൻ ഒരു വാല്യൂ ഒരു വാല്യൂ മറ്റു പറഞ്ഞോളൂ തോന്നുന്നു. ബാക്കിയുള്ള വാല്യൂ നിങ്ങൾ എന്ത് ചെയ്യണം, അതേ മെത്തേഡിൽ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. ഞാൻ ആ വാല്യൂസ് എല്ലാം കണ്ടുപിടിച്ചായിരുന്നു. അതിവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് പ്ലോട്ട് ചെയ്യാം. ആദ്യം ഞാൻ ഒബ്ജക്റ്റിനെ 30 സെന്റിമീറ്റർ വെച്ചപ്പോൾ എനിക്ക് ഇമേജ് കിട്ടിയത് 60 സെന്റിമീറ്ററിലായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ടാബുലാർ കോളത്തിനകത്ത് U 30, B എന്താണ് 60. ഇനി അടുത്ത എന്താണ്, 1/Uവും 1/Vയും ഇതേപോലെ കണ്ടുപിടിക്കുക. 1/U ഞാൻ കണ്ടുപിടിച്ചപ്പോൾ 0.033 എന്ന് കിട്ടി. 1/V കണ്ടുപിടിച്ചപ്പോൾ 0.016 എന്ന് കിട്ടി. അവിടെ നിന്ന് നമ്മുടെ ഫോക്കൽ ലെങ്ത് ഇൻഡിക്കേഷനായ UV/U+C വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും മക്കളെ, 20 സെന്റിമീറ്റർ അവിടെ നമുക്ക് കിട്ടി. ഓക്കെ അല്ലേ. ഇതേപോലെ തന്നെ നമ്മൾ ഇതേ സെയിം എക്സ്പെരിമെന്റ് 40 സെന്റിമീറ്റർ കണ്ടക്ട് ചെയ്യുന്നു. 40 സെന്റിമീറ്റർ ഒബ്ജക്റ്റ് വെക്കുമ്പോൾ നമ്മുടെ ഇമേജ് ഫോം ചെയ്യുന്നത് 40 തന്നെയാണ്. അതിനുശേഷം നമ്മൾ അവിടെ 1/U കണ്ടുപിടിച്ചു, 1/V കണ്ടുപിടിച്ചു. അവിടെയും ഫോക്കൽ ലെങ്ത് നമുക്ക് 20 സെന്റിമീറ്റർ കിട്ടി. ഇതേ എക്സ്പെരിമെന്റ് നമ്മൾ 50-ലും 60-ലും 70-ലും നിങ്ങൾ കണ്ടക്ട് ചെയ്യുക. അതിൻ്റെ വാല്യൂസ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയും വാല്യൂസ് വെച്ച് നമ്മൾ എന്തിനെ കണ്ടുപിടിക്കുന്നു, ഫോക്കൽ ലെങ്ത് കണ്ടുപിടിച്ചു. എന്നിട്ട് നമ്മുടെ പരിപാടി എന്നാണ് അടുത്തത്, മീൻ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുക. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടെ ആവറേജ് എടുത്താൽ മതി അല്ലേ. ഇപ്പോൾ എത്ര വാല്യൂ കിട്ടി, 1 2 3 4 5 വാല്യൂസ് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ആവറേജ് വാല്യൂ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 19.97 സെന്റിമീറ്റർ ആണ്. ഓക്കെ അല്ലേ മക്കളെ. അങ്ങനെ നമ്മൾ ടാബുലാർ കോളത്തിൽ നിന്നും എന്തിനെ കണ്ടുപിടിച്ചു, നമ്മളുടെ മിററിൻ്റെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് എങ്ങോട്ട് പോകണം, നേരെ ഗ്രാഫിലോട്ട് പോകണം അല്ലേ. അപ്പോൾ 2 മെത്തേഡ് കഴിഞ്ഞ് 2 മെത്തേഡും കൊണ്ട് നേരെ ഗ്രാഫിലോട്ട് പോകുന്നു. ഫസ്റ്റ് ഗ്രാഫ് എന്ത് ഗ്രാഫാണ്, UV ഗ്രാഫാണ്. നമുക്ക് കിട്ടിയ യുവിൻ്റെയും വിയുടെയും വാല്യൂ വെച്ചാണ് നമ്മൾ ഗ്രാഫ്. എല്ലാ കുട്ടികളെയും കൺഫ്യൂഷൻ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ ഗ്രാഫ് വരക്കുക എന്നുള്ളത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ഏകദേശം ഇതേ റീഡിംഗ് ഒക്കെ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. കാരണം നിങ്ങളുടെ സ്കൂളിൽ വെച്ചിരിക്കുന്ന ഒന്നെങ്കിൽ 15 സെൻറ്റിമീറ്ററിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ 20 സെൻറ്റിമീറ്റർ ഫോക്കൽ ലെങ്ത് ഉള്ള എന്തായിരിക്കാം, മിറർ ആയിരിക്കാം. അതിന് ഫോക്കൽ ലെങ്ത് അങ്ങനെ വലിയ മാറ്റമൊന്നും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്കൂളിലെ മിറർ ഏതാണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ, അതിൻ്റെ ഫോക്കൽ ലെങ്ത് നിങ്ങൾക്കറിയാം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ആ റീഡിംഗ് ഉണ്ടല്ലോ, നിങ്ങളുടെ സ്കൂളിൽ ചെയ്ത ആ റീഡിംഗ് വെച്ച് നിങ്ങൾ സ്വന്തമായി തന്നെ ഗ്രാഫ് ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് പ്ലോട്ട് ചെയ്യുക, ഒന്ന് വർക്കൗട്ട് ചെയ്യുക. റെഡി അല്ലേ? എങ്കിൽ നമ്മുടെ ഗ്രാഫ് നോക്കാം. നമുക്ക് കിട്ടിയിരിക്കുന്ന റീഡിംഗ് വെച്ച് ഗ്രാഫ് എന്ത് കിട്ടുമെന്ന് നോക്കാം. ആദ്യം ഒരു ഗ്രാഫിനകത്ത് നമുക്കറിയാം ഒരു എക്സ് ആക്സും വൈ ആക്സും ഉണ്ടായിരിക്കും. ഇവിടെ എക്സ് ആക്സിൽ നമ്മൾ ആരെയാണ് എടുത്തിരിക്കുന്നത്, യുവിനെ എടുത്തിരിക്കുന്നു. വൈ ആക്സിൽ ആരെ എടുത്തിരിക്കുന്നു, നമ്മൾ വിനെയാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം മക്കളെ ഓരോ റീഡിങ് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ഒബ്ജക്റ്റ് 30 സെൻറ്റിമീറ്ററിൽ വെച്ചത് 30 സെൻറ്റിമീറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വി നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടി, 60 സെൻറ്റിമീറ്റർ. അങ്ങനെ ഈ പോയിന്റ് നമുക്ക് കിട്ടി. ഇതേപോലെ തന്നെ 40-ന് കറസ്പോണ്ടിങ് ആയിട്ട് 40 കിട്ടി. അതേപോലെ തന്നെ 50-ന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കവിടെ എത്ര കിട്ടിയത്, നമുക്കവിടെ കിട്ടിയത് 50-ന് കറസ്പോണ്ടിങ് ആയിട്ട് 33 കിട്ടിയത്. അപ്പോൾ 50-ന് കറസ്പോണ്ടിങ് ആയിട്ട് 33 കൊണ്ട് പ്ലോട്ട് ചെയ്തു. അങ്ങനെ എല്ലാ പോയിന്റുകളും നമ്മൾ കണ്ടുപിടിച്ചത്. എന്നിട്ട് നിങ്ങൾ എന്ത് വരയ്ക്കുക, ജസ്റ്റ് ഒരു കർവ് ഇതേപോലെ വരയ്ക്കുക. ഈ കർവ് ഇതേപോലെ വരച്ചിട്ട് ഇനി ഇവിടുന്ന് എങ്ങനെയാണ് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുന്നത്, അതിന് നമുക്ക് എന്ത് വേണം, 45 ഡിഗ്രിയിൽ ഇതേപോലൊരു എന്ത് ചെയ്യണം, ഒരു ലൈൻ ഇങ്ങനെ ഡ്രോ ചെയ്യണം. അപ്പോൾ 45 ഡിഗ്രിയിൽ ഇതേപോലെ ലൈൻ ഡ്രോ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഗ്രാഫിൽ ഏതോ ഒരു പോയിന്റിൽ പോയി മുട്ടും. നമുക്കറിയാം അതെവിടെയായിരിക്കും, 40-40-ലായിരിക്കും പോയി എന്ത് ചെയ്യുന്നത്, ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്. അപ്പം
OAയും അതേപോലെ OB നമ്മൾ ഗ്രാഫിൽ നിന്ന് കണ്ടുപിടിച്ചു. ഓക്കെ മക്കളെ, OA എന്താണ് 40, OB എന്താണ് 40. ഇതിൽ നിന്ന് നമുക്ക് ആരെ കണ്ടുപിടിക്കാം? നമുക്ക് സിമ്പിൾ ആയിട്ട് ആരെ കണ്ടുപിടിക്കാം? ഫോക്കൽ ലെങ്ത് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ പറ്റും. ഇക്വേഷൻ നമുക്ക് അറിയാവുന്നതാണ്. OA + OB ഡിവൈഡഡ് ബൈ എന്താണ് മക്കളെ? 4 ആണ്. റെഡി അല്ലേ? അത് മനസ്സിലിരിക്കട്ടെ. നമുക്ക് അടുത്ത ഗ്രാഫ് വരക്കാം അല്ലേ? കാൽക്കുലേഷൻ അവസാനം ചെയ്യാം. അടുത്ത ഗ്രാഫ് എന്താണ്? 1/v 1/u ഗ്രാഫാണ്. നമ്മുടെ ആ 1/vയും 1/u വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ പോകുന്നത്. ഇവിടെ എല്ലാവരെയും കുഴപ്പിക്കുന്നതാണ് ഇതിൻ്റെ സ്കെയിൽ എന്തെടുക്കണം. ഈ ഗ്രാഫ് വലിയ കുഴപ്പിക്കുന്ന ഗ്രാഫാണ്. കാരണം നമുക്ക് കിട്ടുന്ന വാല്യൂ 0.005 0.01 0.015 അങ്ങനത്തെ വാല്യൂസൊക്കെയാണ് കിട്ടുന്നത്. നിങ്ങൾ നോക്കിയേ 1/vയുടെ ഗ്രാഫും 1/vയുടെയും 1/uൻ്റെയും ആ വാല്യൂസൊക്കെ നിങ്ങൾ നോക്കിയേ 0.033 0.16 ഈ ഒരു വാല്യൂ കാണുമ്പോൾ തന്നെ നിങ്ങൾ ഈ ഗ്രാഫ് ആരും വരക്കത്തില്ല. അപ്പോൾ നിങ്ങളോട് ഞാൻ പറയുന്ന ടെക്നിക്ക് എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും ഇവിടെ ഡിവിഷൻ എടുക്കേണ്ടത് എന്താണ്? 0.005 എന്ന് പറഞ്ഞ ഡിവിഷൻ നിങ്ങൾ എടുത്താൽ മതി. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ഗ്രാഫിനകത്ത് എക്സ് കോർഡിനേറ്റ് എക്സ് ആക്സും ഉണ്ട്, വൈ ആക്സും ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഇതേ സ്കെയിൽ ഇങ്ങോട്ട് എഴുതുക. 0.005 0.001 0.015 അതേ വാല്യൂസ് ഇങ്ങോട്ടേക്ക് എഴുതുക. അതേ വാല്യൂസ് തന്നെ മുകളിലോട്ട് എഴുതുക. എന്നിട്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം? 1/vയും 1/uവും നമ്മുടെ ആ ടാബുലാർ കോളത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? പിക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? ഇതേ ഗ്രാഫ് ഇതേപോലെ എന്ത് ചെയ്യുക? ഒന്ന് പ്ലോട്ട് ചെയ്യുക. സിമ്പിളായിട്ട് വരക്കാൻ പറ്റും. സിമ്പിളാണ്, വളരെ സിമ്പിളായ ഗ്രാഫാണ്. പല കുട്ടികളും പേടിക്കുന്ന ഗ്രാഫ് കൂടിയാണിത്, പക്ഷേ എളുപ്പമാണ്. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ ഗ്രാഫ് നിങ്ങൾ നേരെ എക്സ്റ്റെൻഡ് ചെയ്യുക. എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഈ ഗ്രാഫ് 2 പോയിന്റിൽ പോയി ഇന്റർസെക്ട് ചെയ്യും. നമ്മുടെ എക്സ് ആക്സിലൊരു പോയിന്റ്, അതേപോലെ വൈ ആക്സിലെ പോയിന്റ്. എക്സ് ആക്സിലെ പോയിന്റ് എ എന്ന് വിളിച്ചു, വൈ ആക്സിലെ പോയിന്റ് ബി എന്ന് വിളിച്ചു. ഇനി ഇവിടെ നിന്ന് എങ്ങനെയാണ് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുന്നത്? നമുക്കറിയാം 2 ഡിവൈഡഡ് ബൈ OA പ്ലസ് എന്താണ് മക്കളെ? OB ആണ്. ആ കാൽക്കുലേഷൻ പാട് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത സെക്ഷനിൽ എന്ത് ചെയ്യാം? അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗ്രാഫ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെയൊക്കെ എന്ത് ചെയ്യാം? കാൽക്കുലേഷനിലോട്ട് പോവുകയാണ്. UV ഗ്രാഫിൽ നിന്ന് കണ്ടുപിടിക്കും. നമുക്കറിയാം OA + OB ഡിവൈഡ് ബൈ 4 ആണ്. അപ്പോൾ 40 + 40 ഡിവൈഡഡ് ബൈ 4 നമുക്ക് എത്ര കിട്ടി? 20 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. അതിനുശേഷം 1/v 1/u ഗ്രാഫിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ F = 2 ഡിവൈഡ് ബൈ OA + OB അല്ലേ? OAയുടെയും OBയുടെയും വാല്യൂ നമുക്കറിയാം 0.05 0.05. അവിടെയും നമുക്ക് ഫോക്കൽ ലെങ്ത് എത്ര കിട്ടി? 20 സെൻറ്റിമീറ്റർ കിട്ടി. അപ്പോൾ ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റ് മെത്തേഡ് ഉപയോഗിച്ചും UV മെത്തേഡ് ഉപയോഗിച്ചും അതേപോലെ തന്നെ UV ഗ്രാഫ് ഉപയോഗിച്ചും 1/v 1/u ഗ്രാഫ് ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് ഫോക്കൽ ലെങ്ത് എത്ര തന്നെ കിട്ടി? 20 സെൻറ്റിമീറ്റർ തന്നെ കിട്ടി. റെഡി അല്ലേ? ഇനി നമ്മുടെ റിസൾട്ടാണ്. എല്ലാവരും എന്ത് ചെയ്യണം? റിസൾട്ട് എഴുതണം. അപ്പോൾ ഓരോ മെത്തേഡിലും കിട്ടിയ റിസൾട്ട് അതേപോലെ എടുത്ത് എഴുതിയിരിക്കുന്നു. ഫോക്കൽ ലെങ്ത് ഓഫ് ഗിവൺ കോൺകേവ് മിറർ UV മെത്തേഡ്. ഓക്കെ, 19.97 ആണ്. ഫോക്കൽ ലെങ്ത് ഓഫ് ദി ഗിവൺ കോൺകേവ് മിറർ UV ഗ്രാഫ്. ഫോക്കൽ ലെങ്ത് ഓഫ് ദി ഗിവൺ കോൺകേവ് മിറർ ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റ് മെത്തേഡ്. അതേപോലെ തന്നെ ഫോക്കൽ ലെങ്ത് ഓഫ് മിറർ യൂസിങ് 1/u 1/v ഗ്രാഫ്. എല്ലാം നമുക്ക് എത്ര കിട്ടി? 20 × 10⁻² മീറ്റർ അഥവാ 20 സെൻറ്റിമീറ്റർ. ഇതാണ് നമ്മുടെ എക്സ്പെരിമെൻറ്റ്. ഇതേപോലെ മുഴുവൻ എക്സ്പെരിമെൻറ്റ് നമുക്ക് എന്ത് ചെയ്യാം? അടിപൊളിയായിട്ട് പഠിച്ച് കൺസെപ്റ്റ് സഹിതം പഠിച്ച് എന്ത് ചെയ്യാം? മുന്നോട്ട് പോകാം. അപ്പോൾ മക്കളെ, അടുത്ത ലാബിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഏത് എക്സ്പെരിമെൻ്റ് ആണ് വേണ്ടതെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ഒരു ലാബിൽ കാണാം. എല്ലാവർക്കും ബൈ ബൈ.